നമസ്തേ ബോസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇന്ന് 20 ജനുവരി ഞാൻ കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഓപ്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡി ദിവസമായിരുന്നു. ഇപ്പം ഞാൻ സ്റ്റോക്കിൽ കാണിക്കുന്ന സ്റ്റോക്കിൽ HDFCയിലാണ് കാണിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ഡെമോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് HDFC നോക്കുകയാണെങ്കിൽ ഇപ്പം ടൈം എന്ന് പറയുമ്പോൾ 2:30 എടുക്കുന്നത്. നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത് ആക്ച്വലി നമുക്ക് ഇന്ന് ഒറ്റ സിഗ്നൽ കിട്ടുള്ളൂ. 9:40 വന്ന ട്രേഡാണ് ബൈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ആ ബൈ ആണ് കഴിഞ്ഞു. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റ് സൈഡിൽ പോയ അപ്പൊ നമുക്ക് രാവിലെ വന്ന ട്രേഡ് ഓൾറെഡി ടാർഗറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് സിഗ്നൽ പിക്ക് ചെയ്ത് തരുന്നത്. നമ്മളത് കൺഫേം ആണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. നമുക്ക് ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യണം, അല്ലെങ്കിൽ റെഡ് വരുന്നത് സെൽ ചെയ്യാൻ ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അലേർട്ട് നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. ഇത് അലേർട്ട് മെസ്സേജിനകത്ത് എഴുതി കാണിച്ചു തരും. നമ്മൾ ഏത് റേറ്റിൽ ബൈ ചെയ്യണം, സെല്ലാണെങ്കിൽ ഏത് റേറ്റിൽ സെൽ ചെയ്യാൻ ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിനകത്ത് എഴുതി കാണിച്ചു തരും. അപ്പൊ നമ്മൾ ആ വരുന്ന ട്രേഡ് കൺഫേം ആണ് നോക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബൈസിക്കിൾ വന്നിരിക്കുന്നത് നോക്കി, ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഈ ആരോ വന്നിട്ട് ഈ ക്യാൻഡിലിന്റെ പുറത്തല്ല. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മൾ എൻട്രി പോയിന്റ്, അതായത് നമുക്ക് HDFC ഇന്ന് ബൈ കിട്ടിയിരിക്കുന്ന 1639.60 അത് ഈ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ കൺഫേം ആണെങ്കിൽ എടുക്കാം. കൺഫേം എന്ന് പറയുന്നത് ഈ ആരോടെ താഴത്ത് ഈ ബാറിലെ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പൊ സിഗ്നൽ വരുമ്പോൾ താഴെ ബാറേ കാണുള്ളൂ. ആ ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. അതുപോലെ ഇവിടെ പ്രൈസ് ഇൻ ബൈസോൺ, ആ ടൈം സിഗ്നൽ വരുമ്പോൾ അവിടെ പ്രൈസ് ബൈസോണിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ നോസോൺ കാണിക്കുക ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആണ്. ഇപ്പൊ മാർക്കറ്റ് റിവേഴ്സ് പോവാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ താഴെ നോസോൺ പ്രൈസ് ഇൻ ബൈസോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ബൈ ചെയ്യാം. നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പോയിട്ടുണ്ടായിരുന്നു. എന്ന് പറയുന്നത് 1660 വരെ കയറിയ ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കളർ ചേഞ്ചസ് കണ്ട അത് സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ സിഗ്നൽ വന്നിട്ടുള്ളായിരുന്നു, അത് നല്ലൊരു പെർഫോമൻസ് തന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിന്റെ കോൾ ഓപ്ഷൻ ആ ടൈം നമുക്ക് ബൈ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺഫേം ആണെങ്കിൽ ഇവിടെ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഇതിന്റെ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്ത് ടാർഗറ്റ് എല്ലാം ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് മേ ബി ഇപ്പോൾ റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സൈഡ് വേ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും റിവേഴ്സ് അടിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇൻഡിക്കേഷൻ തന്നോളും. കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. ഒരു 80-90% കൺഫേം ആക്രോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് മാർക്കറ്റും ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് എങ്ങനെ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന കാരണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഫ്രീ ഡെമോ അവൈലബിൾ ആണ്. താങ്ക് യു.